മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. കൈത്തറി മേഖലയിൽ വലിയ മാറ്റത്തിന് തുടക്കമാകാൻ കൈത്തറി കോൺക്ലേവിന് സാധിക്കുമെന്ന് നിയമവ്യവസായ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു. സംസ്ഥാന കൈത്തറി കോൺക്ലേവ് കണ്ണൂർ റെഡ്കോ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൈത്തറി മേഖലയിൽ 2 മാസത്തെ കൂലി ലഭ്യമാക്കാൻ സർക്കാർ തീരുമാനിച്ചതായും മന്ത്രി അറിയിച്ചു. 2031 കൈത്തറി മേഖല എങ്ങനെ ആവണമെന്ന് തീരുമാനിക്കാനാണ് ഇപ്പോൾ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ തന്നെ പ്രവർത്തന അനുഭവങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സ്കൂൾ യൂണിഫോം പദ്ധതി നടപ്പിലാക്കിയത്. കേരളത്തിലെ സ്കൂൾ യൂണിഫോം പദ്ധതി ഇപ്പോൾ ലോകത്തിന് മാതൃകയാണ്. പഠന സമിതിയുടെ ശുപാർശയുടെ കൂടി അടിസ്ഥാനത്തിൽ കേരള കൈത്തറിയുടെ കെ ബ്രാൻഡ് ഇറക്കി. സ്വകാര്യ കൈത്തറി സ്ഥാപനങ്ങൾക്ക് കൂടി ഈ ബ്രാൻഡ് നൽകാൻ കഴിയും. നവീകരണത്തിലൂടെ കേരള കൈത്തറി കെ ബ്രാൻഡ് ലോകത്തിന് മുൻപിൽ വലിയൊരു ബ്രാൻഡായി മാറുമെന്നും മന്ത്രി പറഞ്ഞു. അവരെങ്ങനെ പുനഃക്രമീകരിക്കാൻ പറ്റും എന്നൊരു പിരിച്ചുവിട്ടൊന്നുമല്ല കേട്ടോ. ഇപ്പോൾ ഉള്ളത് തന്നെ പറഞ്ഞ് ഭാവിയിലേക്ക് എങ്ങനെ പുനഃക്രമീകരിക്കാം, അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ എല്ലാവരും ഓൺലൈനാണ്. അരക്കിലോ ഉള്ളിൽ 2 തക്കാളിയും വരെ ഇൻസ്റ്റാമാർട്ട് എന്നാണ് പറഞ്ഞു വാങ്ങിക്കുന്നത്. പ്രായമുള്ള ആളുകൾ എല്ലാവർക്കും ശീലമായി. നമ്മൾ ഡ്രസ് എല്ലാം നോക്കുമ്പോൾ നമ്മുടെ കെ ഷോപ്പിംഗ് ഗവൺമെന്റിന്റെ പ്ലാറ്റ്ഫോമിൽ ഹാൻഡ് എക്സ്ചാൻഡ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. കെ ഷോപ്പിൽ പോയാൽ പോസ്റ്റർ വഴി നമുക്ക് ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയും. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെ ശക്തിപ്പെടുത്താം, ലോക വിപണിയിലേക്ക് എങ്ങനെ കൂടുതൽ വരാൻ കഴിയും. ഇപ്പൊ നീഷ് പ്രൊഡക്റ്റ് എന്ന നിലയിൽ പ്രീമിയം പ്രൊഡക്റ്റുകൾ കുറച്ച് വില കൂടി ഉള്ള മാർക്കറ്റും ഉണ്ട് നമുക്ക്. പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ആളുകളുടെ ആരോഗ്യം, പാരിസ്ഥിതികമായ അവബോധം കുറച്ച് കൂടിയിട്ടുണ്ട്. ഇപ്പൊ റെസ്പോൺസിബിൾ കൺസ്യൂമർ കെ വി സുമേഷ് MLA അധ്യക്ഷത വഹിച്ചു. MLAമാരായ KK ശൈലജ ടീച്ചർ, M വിജിൻ, വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ്, ഇൻഡസ്ട്രീസ് ആൻഡ് കയർ വികസന ഡയറക്ടർ ആനി ജൂല തോമസ്, കൈത്തറി വസ്ത്ര ഡയറക്ടർ ഡോക്ടർ KS കൃപകുമാർ, സംഘാടക സമിതി ചെയർമാൻ TK ഗോവിന്ദൻ മാസ്റ്റർ, പത്മശ്രീ ജേതാവ് P ഗോപിനാഥൻ, കൈത്തറി തൊഴിലാളി യൂണിയൻ നേതാക്കളായ അരക്കൻ ബാലൻ, താവം ബാലകൃഷ്ണൻ, UK ജലജ, TV സുധ, ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ, കയറ്റുമതിക്കാർ, കൈത്തറി സഹകരണ സംഘം പ്രതിനിധികൾ, കൈത്തറിയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് കൈത്തറി പുതിയ കാലവും പുതിയ സമീപനം, കൈത്തറി മേഖല വെല്ലുവിളികളും ബദൽ മാർഗങ്ങളും എന്നീ വിഷയങ്ങളിൽ ചർച്ച നടന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.